ഗുഡ് ആഫ്റ്റർനൂൺ മിൻചേച്ചി. ഹലോ, ഗുഡ് ആഫ്റ്റർനൂൺ. മിൻചേച്ചി, തൈറോയ്ഡ് പി സി ഒ ഡി ഇപ്പം അത് ധാരാളമായിട്ട് കാണുന്നുണ്ടല്ലോ. അതിൻ്റെ കാരണങ്ങൾ എന്തൊക്കെയാണെന്ന് പറയാമോ? തീർച്ചയായിട്ടും. PCOD എന്ന് പറയുന്നത് ഒരു ഹോർമോൺ ഇംബാലൻസ് ഒരു പ്രോബ്ലമാണ്. ഇത് സാധാരണയായി കണ്ടുവരുന്നത് നമ്മുടെ പിരീഡാകുന്ന സമയത്ത് പെൺകുട്ടികളിലും, അതേപോലെ തന്നെ മെനോപോസ്, അതായത് നമ്മുടെ പിരീഡ് അവസാനിക്കുന്ന സമയം വരെയുള്ള പ്രായമുള്ള ആൾക്കാരിൽ, ലേഡീസിലാണ് ഇത് കണ്ടുവരുന്നത്. പോളിസിസ്റ്റിക് ഒവേറിയൻ സിസ്റ്റ്, ഈ ചെറിയ ചെറിയ കുട്ടി കുട്ടി മുഴകൾ നമ്മുടെ ഓവറിക്കകത്ത് ഉണ്ടായിട്ട്, അതാണ് പോളിസിസ്റ്റിക് ഓവറി സിസ്റ്റ് എന്ന് പറയുന്നത്. അതിൻ്റെ ലക്ഷണങ്ങളും കൂടെ പറയാമോ? തീർച്ചയായിട്ടും. ഞാൻ പറഞ്ഞല്ലോ, ഇതൊരു ഹോർമോൺ ഇംബാലൻസിൻ്റെ പ്രശ്നമാണെന്ന്. ഇത് കൂടുതലായിട്ടും കൊച്ചുകുട്ടികൾ, അതായത് പീരീഡ് ടൈമായ കുട്ടികളിൽ, കൗമാരക്കാരിലുമാണ് കണ്ടപ്പെടുന്നത്. ഇത് മെയിൻ കാരണമെന്ന് പറയുന്നത് കൊഴുപ്പടങ്ങിയ ഭക്ഷണം, ജങ്ക് ഫുഡ്സ്, മാനസിക സമ്മർദ്ദം, അതേപോലെ തന്നെ ടിൻഡ് ഫുഡ്, ടിന്നിലുള്ള പാനീയങ്ങൾ, അതൊക്കെയല്ല ഇപ്പോഴത്തെ കുട്ടികൾ കൂടുതലും കഴിക്കുന്നത്. ഇതൊക്കെയാണ് പ്രധാനമായിട്ട് ഹോർമോണിൻ്റെ പ്രശ്നങ്ങൾ ഉണ്ടാവാനുള്ള മെയിൻ കാരണങ്ങളെന്ന് പറയുന്നത്. ഓവുലേഷൻ കറക്റ്റ് നടന്നാൽ മാത്രമേ പീരീഡ്സ് കറക്റ്റ് ആവത്തുള്ളൂ. അതായത് നമ്മുടെ ഫീമെയിൽസ് ഹോർമോൺ എന്ന് പറയുന്നത് ഈസ്ട്രജൻ ആൻഡ് പ്രൊജസ്ട്രോൺ വർക്ക് ചെയ്താൽ മാത്രമേ, നമ്മുടെ ശരീരത്തിൽ ഉൽപ്പാദിപ്പിച്ചാൽ മാത്രമേ പീരീഡ്സ് കറക്റ്റ് ആവത്തുള്ളൂ. ഈ കാലഘട്ടത്തിൽ നമ്മൾ പൊതുവേ കണ്ടുവരുന്നതാണ് ഈ രോഗം. അതൊരു പ്രത്യേകിച്ച് ടെൻഷൻ അടിക്കേണ്ടതൊന്നും കാര്യമില്ല. മാസംതോറും മാസമുറ, അതായത് പീരീഡ് ആകാത്തവർ, അതേപോലെ വണ്ണം വെക്കുന്നവർ, അതേപോലെ ശരീരത്ത് രോമവളർച്ച കൂടുതലുള്ള സ്ത്രീകൾ, കൗമാരക്കാരും ഒക്കെ ഒരു ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം ഒരു സ്കാനിങ് ഒക്കെ എടുത്ത് ഇതിന് ട്രീറ്റ്മെൻ്റ് ഉണ്ട്. ആരും ടെൻഷൻ അടിക്കേണ്ട ഒരു കാര്യമില്ല.